വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ പാർട്ട് സിയും ബിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനുശേഷം പാർട്ട് എ ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. ബിക്കോസ് ഇത്രത്തോളം ലേറ്റ് ആയിട്ട് പിന്നെ വീഡിയോ ചെയ്തിട്ട് എന്തിനാണ് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്ര സമയമായിട്ടും പാർട്ട് എ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടാണ് ലേറ്റ് നൈറ്റ് ആയിട്ടും ഇപ്പോൾ ടൈം ഇത്രത്തോളം സമയമായി എന്നിട്ടും അവർ പലരും പറയുന്നു മോർണിംഗ് ആണെങ്കിലും അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്തിടാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എല്ലാ പേപ്പറിലും ക്യൂയിങ് തിയറിയുടെ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. അതിപ്പോൾ ക്യൂയിങ് തിയറി എന്താണ്, ക്യൂയിങ് മോഡൽ എന്താണ്, അങ്ങനെയായിരിക്കാം വരാം. അല്ലെങ്കിൽ അതിൽ ഒരുപാട് ടേമുകൾ നമുക്ക് ക്യൂയിങ്ങിലുണ്ട്. ലേറ്റസ്റ്റ് അല്ലേ, ടൈം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ഇതിനായിട്ട് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ക്യൂ സിസ്റ്റം, ക്യൂയിങ് സിസ്റ്റം എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പേപ്പറിലും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും അതിലത്തെ ടേമുകളും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതാണ് നൽകാനുള്ള ആദ്യത്തെ സജഷൻ. രണ്ടാമതായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറുള്ളതാണ് നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് ഒരു ടേം എടുത്ത് ചോദിക്കുന്നത്. ചാപ്റ്റർ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് അതിലുള്ള കുറേ ടേമുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലാക്ക് എന്താണ്, അതുപോലെ തന്നെ സാഡിൽ പോയിന്റ് എന്താണ്, ഇവൻ്റ് എന്താണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. സാഡിൽ പോയിന്റ്, ഈ സ്ലാക്കിൽ തന്നെ പലതരത്തിലുള്ള സ്ലാക്ക്, ഇപ്പോൾ ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചോദിച്ചത് കൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇവൻ്റ് എന്താണ്, പിന്നെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണ്, ഇവൻ്റ് എന്താണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ മെയിൻ CPM പെർട്ട് എടുത്ത് ചോദിക്കാം. അങ്ങനെ നെറ്റ്വർക്ക് അനാലിസിസ് നിന്ന് പലപ്പോഴും ഏതെങ്കിലും ഇങ്ങനെയുള്ള ടീമുകളിൽ ഒരെണ്ണം വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായും അത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് LPP ആ ചാപ്റ്ററിൽ നിന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് ചോദിക്കാം. അതിൽ പല മെത്തേഡുകളുണ്ടല്ലോ, ഇപ്പോൾ സിംപ്ലക്സ് ഉണ്ട്. അതൊക്കെ എന്താണ് 2 വെയിറ്റേജിന് വേണ്ടിയിട്ട് സിംപ്ലക്സ് എന്താണെന്നോ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ എന്താണെന്നോ, ഗ്രാഫിക്കൽ ചിലപ്പോഴായിട്ട് ചോദിക്കാറുള്ളൂ. പിന്നെ അതിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണെന്നോ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണെന്നോ, ദെൻ ഫീസിബിൾ റീജിയൻ എന്താണ്, ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്താണ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ടീമുകൾ അതിൽ, പിന്നെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ, കൺസ്ട്രെയിൻസ്, ഇതൊക്കെ എന്താണ്, അതിലത്തെ ടീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ടീമുകളാണ് VD അനാലിസിസ്, അതുപോലെ തന്നെ FSN അനാലിസിസ്, പിന്നെ EOQ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടീമുകൾ ഉള്ളത് നോക്കാം. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗെയിം തിയറിയിൽ നിന്നുള്ള ഒരു തിയറി ചോദ്യമാണ്. എല്ലാ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തിയറി ഓഫ് ഗെയിംസ് എന്താണ്, ഗെയിം തിയറി എന്താണ്, പിന്നെ അതിൽ പല പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ മിനിമാക്സ്, അതുപോലെ തന്നെ മാക്സ് മിൻ പ്രിൻസിപ്പിൾസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സീറോ സം ഗെയിം എന്താണെന്നുള്ളത്, സീറോ സം ഗെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയിം തിയറിയിൽ നിന്നൊരു തിയറി എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട് 2 വെയിറ്റേജിൻ്റെ കേട്ടോ.
പിന്നെ ഡിസിഷൻ തിയറിയിൽ നിന്നാണ് നെക്സ്റ്റ്. ഇപ്പം എന്താണ് ഡിസിഷൻ തിയറി എന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ എലമെൻറ്റ്സ് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസൈൻമെൻറ്റും ചോദിക്കാം. അപ്പോൾ അതും നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇനി നെക്സ്റ്റ് ഒരു സജഷൻ നൽകാനുള്ളത് മാർക്കോവ് അനാലിസിസ്. 2 വെയിറ്റേജിനിൽ കാണാറുണ്ട്. മാർക്കോവ് ചെയിൻ അനാലിസിസ് എന്താണ്? ഓക്കെ, പിന്നെ അതിൽ ഒരു പ്രാവശ്യം ട്രാൻസിഷൻ പ്രോബബിലിറ്റി കൺസെപ്റ്റ് മാർക്കോവ് ചെയിനിൽ എന്താണ്? ട്രാൻസിഷൻ പ്രോബബിലിറ്റി കൺസെപ്റ്റ് അതെന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് പ്യുവർ സ്ട്രാറ്റജി എന്താണ്. ഓക്കെ, പലതരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിൽ പ്യുവർ സ്ട്രാറ്റജി എന്താണ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, ഡമ്മി ആക്ടിവിറ്റി നെറ്റ്വർക്ക് അനാലിസിസിൽ ഡമ്മി എന്താണ്? ഡമ്മി നമ്മളതിൽ നോക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ 2 വെയിറ്റേജിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാ? ക്യൂയിങ് തിയറിയിൽ നിന്ന് നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്യൂയിങ് മോഡൽ എന്താണ്, ക്യൂയിങ് സിസ്റ്റം എന്താണ്, അല്ല ഒരുപാട് ടീമുകളുണ്ട് അതിലേതെങ്കിലും. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, സ്ലാക്ക്, ദെൻ ഹെഡ് ഇവൻറ്റ് സ്ലാക്ക്, സാഡിൽ പോയിന്റ്, ഇവൻറ്റ് എന്താണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണ്, CPM എന്താണ്, പെർട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ LPP സിംപ്ലക്സ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഇൻഫീസിബിൾ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ ഒക്കെ നോക്കിയോളൂ, അതിൽ നിന്ന് ഒരെണ്ണം. പിന്നെ VDFSN, EOQ, തിയറി ഓഫ് ഗെയിംസിൽ പ്രിൻസിപ്പിൾ ഏതെങ്കിലും ഒരെണ്ണം, മിനിമാക്സ്, മാക്സ് മിൻ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. പിന്നെ സീറോ സം ഗെയിം ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഡിസിഷൻ തിയറി, അതിൻ്റെ എലമെൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണ്, ഡീജനറസി. ഓക്കെ, പിന്നെ മാർക്കോവ് ചെയിൻ അനാലിസിസ് അതിൻ്റെ തിയറി, പ്യുവർ സ്ട്രാറ്റജി, ഡമ്മി ആക്ടിവിറ്റി എന്താണ്, ഡമ്മി ആക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ലേറ്റ് നൈറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരുപാട് കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാത്രിയാണെങ്കിലും ചെയ്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.